നമസ്കാരം. വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഗവേഷണമായിട്ട് ഒരു വിദ്വാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മഹാനെന്ന് വേണമെന്ന് പറയാം. ഗണഗീതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വർഗീയതയും വളരെ വ്യത്യസ്തങ്ങളായ ഒരു അർത്ഥങ്ങളുമായിട്ട് ഒരു പണ്ഡിതൻ ഇറങ്ങിയിട്ടുണ്ട്. ആ പണ്ഡിതന്റെ വാക്കുകളിലേക്ക് നമുക്കങ്ങ് കടക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നുള്ളത്. പരമപവിത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭൂമി പവിത്രമാവുന്നത് എങ്ങനെയാണ്? മതപരമായാണ് അതിനെ പവിത്രമായും പുണ്യഭൂമിയുമായിട്ടൊക്കെ കണക്കാക്കുന്നത്. പവിത്രം എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ്. ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് ഇതൊരു പുണ്യഭൂമിയാവണം എന്നില്ല. ഈ പറഞ്ഞത് കറക്റ്റ്. ഇന്ത്യ താമസിക്കുന്ന എല്ലാവരും പുണ്യഭൂമിയായിട്ട് ഇന്ത്യ കരുതണമെന്നില്ല. കാരണം ചോറ് ഇവിടെയും കൂടെ അപ്പുറത്തും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ആ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ ഭാരതം ഒരു പുണ്യഭൂമിയായിട്ട് തോന്നുന്നില്ല. അടുത്തിലേക്ക് കിടക്കാം. പുണ്യഭൂമി എന്ന സങ്കല്പം തന്നെ മതപരമാണ്. അതിൽ ഓരോ മതവിശ്വാസിക്കും അവരവരുടേതായ പുണ്യഭൂമികളുണ്ട്. ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് മക്കയും മദീനയുമാണ് പുണ്യഭൂമി. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടത് നിങ്ങൾ ഇസ്ലാം വിശ്വാസികളാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് മക്കയും മദീനയും ആണോ പുണ്യഭൂമി? അതിന് ഉത്തരം നൽകുന്നത് ഞാനോ അല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളായ നിങ്ങളാണ്. അതായത് ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പുണ്യഭൂമിയായിട്ട് ആരും കണക്കാക്കണമെന്നില്ല, മക്കയും മദീനയുമാണ് പുണ്യഭൂമിയായിട്ടാണ് ഈ മഹാൻ അവകാശപ്പെടുന്നത്. അങ്ങനെയാണോ? നമുക്ക് അടുത്ത വരിയിലേക്ക് കിടക്കാം. ജെറുസലേമാണ് ക്രിസ്തുമത വിശ്വാസിയെ സംബന്ധിച്ച് പുണ്യഭൂമി. ഇസ്രായേലിൻ്റെയും പുണ്യഭൂമി ജെറുസലേമാണ്. അങ്ങനെ പുണ്യഭൂമികൾ അല്ലല്ല, ക്രിസ്ത്യാനികളോടും മഹാൻ പറയുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളും ഇന്ത്യ പുണ്യഭൂമിയായിട്ട് കണക്കാക്കണമെന്നില്ല. അവരുടെ പുണ്യഭൂമിയായിട്ട് പറയുന്നത് ഇസ്രായേലും ജെറുസലേമാണ് എന്നൊക്കെയാണ് ഈ മഹാൻ പറയുന്നത്. ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ട ഇസ്ലാം വിശ്വാസികൾ നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനികളുമാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. കാരണം നിങ്ങളെ കുറിച്ചാണ് ഇയാൾ ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടുന്നത് കേട്ടോ. കാരണം ഇന്ത്യ പുണ്യഭൂമിയായിട്ട് കണക്കാക്കണമെന്നില്ല, നിങ്ങളുടെ പുണ്യഭൂമി വേറെയാണ് എന്നെല്ലാമാണ് ഇയാൾ പറയുന്നത്. ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പിനും മറുപടി കൊടുക്കണ്ടേ? ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ വർഗീയത സൃഷ്ടിക്കുന്നത് ആരാണ്? എനിക്ക് പറയാനുള്ളത്, താൻ ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിക്കുക. ഇല്ലാത്ത വരികൾക്ക് ഓരോ അർത്ഥങ്ങളായിട്ട് വരുന്നത് ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? അടുത്ത വീട് വരികളിലേക്ക് പോകാം. പുണ്യഭൂമികൾ ഓരോ മതവിശ്വാസിക്കും ഓരോന്നാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഭാരതത്തെ, ഇന്ത്യയെ പുണ്യഭൂമിയായി കണക്കാക്കണം എന്നുള്ള സങ്കല്പം പോലും അത് വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഇവിടെ ആര് വിമർശിച്ച്, എവിടെ വിമർശിച്ച്, എന്തൊക്കെയാണ് അപ്പോൾ ഈ പോട്ടം പറഞ്ഞു? ഈ പോട്ടറല്ല മഹാൻ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇവിടെ മനസ്സിലാവുന്നില്ല. ഉള്ള ഞാൻ പറയാം, ഇന്ത്യ ആരും പുണ്യഭൂമിയായിട്ട് കണക്കാക്കണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, മറ്റു രാജ്യക്കാർ ഇന്ത്യ പുണ്യഭൂമിയായിട്ട് കണക്കാക്കുന്നൊന്നുമില്ല, ആ സത്യമാണ്. അവർക്ക് അവരുടെ രാജ്യമാണ് വലുത്. അതുപോലെ എനിക്കെൻ്റെ രാജ്യമാണ് വലുത്. നമ്മൾ ജനിച്ചു വളർന്ന മണ്ണാണ് നമ്മുടെ പുണ്യഭൂമി. അത് നമ്മുടെ ഇന്ത്യയിലാണ്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ മഹാനെ എന്താ ചെയ്യണ്ടേ? ഈ മഹാൻ എന്തൊക്കെയാ വലിച്ചത്? പുണ്യഭൂമിയായി ഇന്ത്യയിൽ നിന്നാണ് ഇദ്ദേഹം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. അത് മറ്റു സത്യം. മതത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഗുരുനാഥക്കളും എന്നെ പഠിപ്പിച്ച് വളർത്തിയത് അങ്ങനെയാണ്. മതമല്ല വലുത്, രാജ്യമാണ് വലുത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ പുണ്യഭൂമിയായിട്ട് കണക്കാക്കണം. എനിക്ക് അറിയാൻ വയ്യാത്തത് ഇവനൊക്കെ എന്തോന്ന് കുത്തിത്തിരിപ്പാണ് ഉണ്ടാക്കി വിടുന്നത് എനിക്ക് മനസ്സിലായി. ഇവനൊക്കെ നമിച്ച് മഹാനെ RSS വിരോധി എന്ന് കരുതി ഗണഗീതം ദേശസ്നേഹം അല്ലാതായി മാറുമോ? ഗണഗീതം കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഇയാളാണെങ്കിൽ വല്ലാത്ത ഓരോന്നൊക്കെ പ്രശ്നമൊക്കെ വലുതാക്കി എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ കുറെ അർത്ഥങ്ങളും ന്യായങ്ങളും കണ്ടുപിടിച്ച് ആ മഹാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. പുതിയ വരികളൊക്കെ അർത്ഥം പിടിച്ച് ഇങ്ങനെയെല്ലാം കുത്തിത്തീർപ്പ് ഉണ്ടാക്കിവിടുന്ന ഇയാളെ സൂക്ഷിക്കണം കേട്ടോ. മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഇവനെ പോലുള്ളവരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയൊരു കഥയാണ്. രണ്ട് ആട്ടിൻകുട്ടിയെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായുടെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മഹാനായ ഈ പണ്ഡിതനെ സൂക്ഷിക്കുന്നത് ഒന്നും നല്ലതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഒന്ന് സൂക്ഷിച്ചോണം. ഇവൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരും കേട്ടോ.